വണക്കം സുഹൃത്തുക്കളെ. പണ്ട് ചാനലിലെ ഹിസ്റ്ററി ചാനലിലെ എപ്പിസോഡ് 4 ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. പണ്ട് ചാനലിൽ കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ച മുക്കോണ തത്വത്തിൻ്റെ പാർട്ട് 2 ഇന്നിവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. എന്തിനേയും ഏതിനേയും മൂന്നായി തിരിക്കുന്ന ദർശനത്തെ തമിഴിൽ മുക്കോണതത്വം അല്ലെങ്കിൽ മുക്കോണ സിദ്ധാന്തം എന്ന് പറയും. എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റും. എനിക്കിത് ആദ്യമായി പറഞ്ഞു തന്നത് തമിഴ്നാട്ടിൽ ചന്ദനത്തടിയിലും ദന്തത്തിലും, അതായത് ആനക്കൊമ്പിലും കരകൗശല പണി ചെയ്തിരുന്ന ഒരു ശില്പിയാണ്. അദ്ദേഹത്തിന് എവിടെ നിന്ന് മുക്കോണതത്വത്തിൻ്റെ അറിവ് ലഭിച്ചെന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിലെ ഏതോ ഒരു മുനിയിൽ നിന്നാവാം അദ്ദേഹം ചന്ദനത്തടിയിലും ആനക്കൊമ്പിലും അവിശ്വസനീയമാം വിധം കലാഭംഗിയുള്ള ശില്പങ്ങൾ നിർമ്മിച്ചിരുന്നു. ഈ ശില്പങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ശില്പി തന്നെ. ഇപ്പോഴുള്ള സയൻസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോലും കഴിയാത്തത്ര കലാവിരുതായിരുന്നു അവർക്ക് 2 പേർക്കുമുള്ളത്. ആ ശില്പങ്ങൾക്ക് വിലമതിക്കാനാവില്ല. ആ ശില്പങ്ങൾ അമേരിക്കയിലേക്ക് നിയമപരമായി കയറ്റുമതി ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന് പ്രത്യേകം ലൈസൻസ് ഉള്ള എക്സ്പോർട്ടേഴ്സ് അന്ന് തിരുവനന്തപുരത്തും മദ്രാസിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ശില്പങ്ങളുടെ മോഡൽ ഞാൻ കാണിച്ചു തരാം. മോഡൽ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോകാതെ പ്രധാന കാര്യത്തിലേക്ക് വരാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ശില്പങ്ങളെക്കുറിച്ച് പറയേണ്ടി വന്നത്. അതിൻ്റെ കുറച്ച് ഇമേജസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടാലറിയാം എത്രമാത്രം ഡെലിക്കേറ്റായിട്ടുള്ള ശില്പങ്ങളാണ് അവയെന്ന്. പണ്ടുള്ള കാര്യങ്ങൾ, അതായത് പുരാതന ഭാരതത്തിലെ കാര്യങ്ങൾ, അതായത് ശാസ്ത്രത്തെക്കുറിച്ചോ അന്നത്തെ ശാസ്ത്രത്തെക്കുറിച്ചോ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചോ ട്രേഡിനെക്കുറിച്ചോ നമുക്ക് പറഞ്ഞു തന്നിരുന്നത് സായിപ്പന്മാരും റോമാക്കാരും ഗ്രീക്കുകാരും അറബികളുമാണ്. ഇതിൻ്റെ രസകരമായ വസ്തുത ഭാരതത്തിൻ്റെ പുരാതന കാര്യങ്ങൾ പറഞ്ഞു തരാൻ വെളിയിലുള്ളവർ വേണമെന്ന് ഉള്ളതാണ്. നമ്മുടെ ദേശത്തിൻ്റെ പുരാതന ചരിത്ര പഠനത്തിൽ വളരെ ഗ്യാപ്പ് ഉള്ളതായി കാണാം. നമ്മൾ 5000 BC മുതൽ 1400 AD വരെ ഉറങ്ങുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഏത് കാര്യം പറഞ്ഞാലും എന്ത് കണ്ടുപിടുത്തങ്ങൾ പറഞ്ഞാലും അതെല്ലാം ഗ്രീക്കുകാരുടെയോ ഈജിപ്തുകാരുടെയോ മെസപ്പൊട്ടാമിയക്കാരുടെയോ ചൈനക്കാരുടേതോ അറബികളുടേതായോ എഴുതി വയ്ക്കുകയും പറയുകയും ചെയ്തിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ദേശമുണ്ടെന്നും വലിയ ലാൻഡ് മാസ് ഭാരതമെന്ന ഒരു സബ് കോണ്ടിനെൻ്റ് ഇത്രയും വിശാലമായ ഒരു സംസ്കാരം അല്ലെങ്കിൽ ജനത ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ അവിടെ എന്ത് നടക്കുന്നു എന്ന് എന്തുകൊണ്ടോ വെളിയിൽ വന്നിട്ടില്ല. പുരാതന കാലത്ത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളുണ്ടോ അതെല്ലാം
ഭാരതദേശത്ത് വസിച്ചിരുന്ന ജനവിഭാഗം ആരായാലും ശരി അവരാണ് കണ്ടുപിടിച്ചത് എന്ന് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യം ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശാസ്ത്രജ്ഞന്മാർ വളരെ ശാസ്ത്രീയമായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദനത്തിൻ്റെയും ആനക്കൊമ്പിൻ്റെയും കഥ പറഞ്ഞു പോകാതെ ഈ എപ്പിസോഡ് പൂർത്തിയാവുകയില്ല. ചന്ദനത്തിലുള്ള ശില്പങ്ങൾ ഒരിക്കലും ഗ്രീസിലോ മറ്റു വിദേശ രാജ്യങ്ങളിലോ കാർവ് ചെയ്തെടുക്കാൻ കഴിയുകയില്ല. കാരണം ചന്ദനമരം ആ രാജ്യങ്ങളിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ഉണ്ടായിരുന്നെങ്കിൽ അവർ അതിൻ്റെ കാര്യം പറഞ്ഞേനെ. എന്നാൽ ആനക്കൊമ്പിലുള്ള ദാരുശില്പങ്ങൾ ലോകത്ത് ആദ്യമായി കാണുന്നത് ഈജിപ്തിൽ കുഫു ഫറോവയുടെ കാലമായ 3000 BC-യിലാണെന്ന് പാശ്ചാത്യർ നുണ എഴുതി വച്ചിരിക്കുന്നു. എന്നാൽ ആനക്കൊമ്പിലെ ശില്പങ്ങൾ ആദ്യമായി ലോകത്ത് നിർമ്മിച്ചുകൊണ്ടിരുന്ന ജനത ഭാരതീയ ജനതയാണ്. കാരണം ഇവിടെ ലോകത്ത് തന്നെ ആദ്യമായി ശില്പങ്ങൾ ചന്ദനത്തിലും ആനക്കൊമ്പിലുമുള്ള ശില്പങ്ങൾ നിർമ്മിച്ചത് കർണാടകയിലെയും തമിഴ്നാട്ടിലെയും ശില്പികളാണ്. യഥാർത്ഥത്തിൽ ഈജിപ്തിനെക്കുറിച്ച് അവിടുത്തെ ഫറോവന്മാരെക്കുറിച്ച് വിശദമായ എപ്പിസോഡുകൾ കുറച്ച് കഴിഞ്ഞ് പ്രതീക്ഷിക്കാം. ഫറോവന്മാർ ചേര രാജാക്കന്മാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടുത്തെ ജനങ്ങൾ ഭാരതീയരുമാണ്. ഫറോവന്മാരുടെ മുഖം കണ്ടാൽ അറിയാം അവർ ഭാരതീയരാണെന്ന്. രാജാക്കന്മാരുടെ കണ്ണെഴുതിയിരിക്കുന്നത് കണ്ടാൽ അറിയാം. കണ്ണെഴുതുന്നത് ലോകത്ത് കൂടുതലും തെക്കേ ഇന്ത്യയിൽ മാത്രമാണ്. ഇന്ത്യക്കാരാണെന്ന് കണ്ടാലറിയാം. ഈ കണ്ടാലറിയാം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ പലപ്പോഴും പറയും കണ്ടാലറിയാം. മുക്കോണത്വത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്ന് തോന്നുന്നു. വീണ്ടും മുക്കോണത്വത്തിലേക്ക് വരാം. 3 രേഖകൾ കൊണ്ട് വരയ്ക്കാവുന്ന ഏറ്റവും ചെറിയ നിർമ്മിതിയാണ് ത്രികോണം. അത്യന്തം അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തമാണത്. അതുപോലെ തന്നെ കോണുകളുടെ കണ്ടുപിടുത്തവും 90 ഡിഗ്രിയും അതായത് ലംബം കാരകത്തിലാണ് കണ്ടുപിടിച്ചത്. കോണാകൃതിയുള്ള ഏലായി എന്ന് പറഞ്ഞാൽ പാഡി ഫീൽഡ്സ് ഉള്ള സ്ഥലങ്ങളെയാണ് കോണം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ പുരാതനമായ ഒരു വാക്കാണത്. എന്നാൽ കോണം എന്നതിൽ ഒരു ദീർഘം കൂടിയാൽ കോണം അല്ലെങ്കിൽ കോണകം എന്നായാൽ അതിൻ്റെ അർത്ഥം മാറിപ്പോകുന്നത് ശ്രദ്ധിക്കുക. എന്തായാലും ത്രികോണത്തിൻ്റെ കണ്ടുപിടുത്തവും അതിൽ അധിഷ്ഠിതമായ ദർശനത്തിൻ്റെ ആവിർഭാവവും വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമാണ്. അടുത്ത ഭാഗം 3-ൽ പൈതഗോറസിൻ്റെ മോഷണവും ത്രികോണ തത്വങ്ങളും വീണ്ടും തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.